ഇന്ന് നമ്മളുടെ ഓണം സദ്യ സീരീസിനകത്ത് 16ാമത്തെ റെസിപ്പിയാണ് സാമ്പാർ. ഞാൻ സാമ്പാർ വറുത്തരച്ച വെച്ചേക്കുന്നത്. വറുത്തരച്ച വയ്ക്കാണ്ട് നമ്മൾ സാധാരണ പൊടികളിട്ടും സാമ്പാർ വയ്ക്കാറുണ്ട്. സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി 1 കപ്പ് അളവ് തൂവൽദാൽ എടുത്തിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ ഞാൻ വാഷ് ചെയ്ത് കുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നമുക്കിപ്പം 2 പച്ചമുളക്, ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് എണ്ണ, പിന്നെ ഇത് വേവിക്കുന്ന ഭാഗത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 3 വിസിൽ, ഒരു വിസിൽ ഹൈ ഫയറിലും ബാക്കി 2 മീഡിയം ഫയറിലും. പിന്നെ നമ്മുടെ പരിപ്പ് വേകുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഒരു അറപ്പ് തയ്യാറാക്കി എടുക്കാം. കാരണം നമ്മൾ വറുത്തരച്ചാണല്ലോ സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലി ഇട്ടിട്ടുണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ഉലുവ, പിന്നെ ഒരു 1.5 ടീസ്പൂൺ ഉഴുന്നിട്ടിട്ടുണ്ട്, ഒരു 1.5 ടീസ്പൂൺ കടലപ്പരിപ്പ്, ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിയും കൂടി ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി നമുക്കൊന്ന് ആദ്യം വറുക്കാം. ഒരു മീഡിയം ഫയറിൽ വേണം വറുക്കാൻ. ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ഒരു ഫ്ലേവർ കിട്ടും. ഈ സമയത്ത് നമുക്ക് ഇതിനകത്ത് കുറച്ച് 1 ടീസ്പൂൺ അരി ഇടാം. ഉണക്കലരി ഉണ്ടായാൽ അതിടാൻ നല്ലത്. ഈ സമയത്ത് ഞാൻ ഒരു 3 പീസ് ഉണക്കമുളകും 2 പീസ് കാശ്മീരി മുളകും ഇട്ടിട്ടുണ്ട്. കളറും എരിവും ഒരു ബാലൻസായി കിട്ടാൻ വേണ്ടി. ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമ്മളുടെ തേങ്ങ കൂടി ഒന്ന് അരച്ചെടുക്കാം. ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ബാക്കിയുള്ളതൊക്കെ വറുക്കുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും വറുക്കാം. നമുക്കൊന്ന് തേങ്ങ കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം തണുക്കും. തണുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇതൊന്ന് ബ്രൗണായി വന്നതിന് ശേഷം നമുക്കിതിനകത്ത് ശകലം കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഓഫ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിനകത്തിട്ട് അരച്ച് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ പരിപ്പും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പാചകത്തിലോട്ട് കടക്കാം. പാൻ ചൂടായതിനു ശേഷം അതിനകത്ത് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ചെറുള്ളി, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മുരിങ്ങക്ക, ക്യാരറ്റ്, പിന്നെ നമ്മളുടെ ഉരുളക്കിഴങ്ങ്. ഇപ്പോൾ പച്ചക്കറികളകത്ത് നമുക്ക് ഇതാണ് ചേർത്തേക്കുന്നത്. ഞാൻ പിന്നെ കുറച്ച് വെണ്ടക്കായും കത്തിരിക്കായും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് സ്ലോ ഫ്ലെയിമിൽ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ പച്ചക്കറികളായിട്ട് എടുത്തേക്കുന്നത് മുരിങ്ങക്ക എടുത്തിട്ടുണ്ട്, കത്തിരിക്ക എടുത്തിട്ടുണ്ട്, പിന്നെ വെണ്ടക്ക, പിന്നെ ശകലം ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, മത്തങ്ങ ഇടാം. അപ്പോൾ നമ്മളുടെ പ്രിഫേർഡ് വെജിറ്റബിൾസ് നമുക്ക് ഇതിനകത്ത് ഇടാം. അമരക്ക ഇടാം. ചില സ്ഥലത്ത് ഞാൻ പടവലങ്ങ ഇടുന്നത് കണ്ടിട്ടുണ്ട്. ചേന ഇട്ട് സാമ്പാർ വയ്ക്കുന്നവരുണ്ട്, പച്ചക്കായ ഇടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏതാണ് പ്രിഫേർഡ് വെജിറ്റബിൾ. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം, വെജിറ്റബിൾ കൂടുന്തോറും നമ്മളുടെ സാമ്പാറിൻ്റെ ക്വാണ്ടിറ്റി കൂടും. അപ്പോൾ അതനുസരിച്ച് നമ്മളുടെ അരപ്പും പിന്നെ നമ്മളുടെ പരിപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഒന്ന് കൂട്ടേണ്ടി വരും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 75-100 ഗ്രാമിൻ്റെ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 1/4 മുറി തേങ്ങയാണ് ഇട്ടേക്കുന്നത്. ഇതൊക്കെ ഒന്ന് നല്ല സോട്ടയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമുക്ക് സോട്ട ചെയ്യാം. ഇതൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതിനകത്ത് പുളിവെള്ളം ഒഴിക്കാം. അതിൻ്റെ കൂടുതൽ തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനകത്ത് ഇതിൻ്റെ ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഈ പച്ചക്കറികൾ വേകുന്നവരെ ഒന്ന് വേവിക്കാം. നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 15 മിനിറ്റായി. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പച്ചക്കറി ഏകദേശം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളുടെ വേവിച്ച് പരിപ്പിട്ട് കൊടുക്കാം. പരിപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടില്ലേ, നമുക്ക് ഈ സമയത്ത് നമ്മളെ തക്കാളി വെണ്ടക്ക ഉണ്ടല്ലോ, ഇത് തിളയ്ക്കുന്ന മുമ്പ് തന്നെ ഈ തക്കാളിയും വെണ്ടക്കയും നമുക്കൊന്ന് ചെറുതായിട്ട് ഓയിലിനകത്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിനകത്തിടാം. നമുക്കൊരു പാനിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാൻ ശേഷം അത് നമുക്ക് നമ്മളുടെ വെണ്ടക്ക ഒന്ന് ജസ്റ്റ് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിനകത്ത് തക്കാളി ഇട്ട് കൊടുക്കാം. രണ്ടും സോട്ടയായി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ സാമ്പാറിൻ്റെ മേലിൽ ഇട്ട് കൊടുക്കാം.
ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ്, തിളച്ചതിന് ശേഷം ഇതിനകത്ത് നമുക്ക് കുറച്ച് മല്ലി ഇട്ടിട്ട് അവസാനമായിട്ട് നമുക്കിതിൻ്റെ വറവിടാം. നമ്മളുടെ സാമ്പാർ നന്നായിട്ട് ഇങ്ങനെ വെട്ടി തിളച്ചിട്ടുണ്ട്. ഏകദേശം ഞാനൊരു 10 മിനിറ്റും കൂടി കുക്ക് ചെയ്തു. അപ്പോൾ എല്ലാ പച്ചക്കറികളും കൂടി വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി മല്ലിയില, കുറച്ച് കറിവേപ്പില, ശകലം പച്ച വെളിച്ചെണ്ണ, നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ വറവിടാം. അപ്പോൾ നമ്മുടെ സാമ്പാറിന് വറവിടാനായി വെളിച്ചെണ്ണ ചൂടാൻ ശേഷം അതിനകത്ത് കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഉലുവ, നമ്മളുടെ ഉണക്കമുളക്, കറിവേപ്പില. നമ്മൾ അടച്ചു വെച്ച സാമ്പാർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മേലിൽ നമ്മളുടെ വറവിട്ട് കൊടുക്കാം. നമ്മളുടെ ഓണം സദ്യ സീരീസിനകത്ത് നമ്മുടെ 16ാമത്തെ റെസിപ്പിയാണ് നമ്മളുടെ വറുത്തരച്ച സാമ്പാർ. ഇപ്പം ഇതിനകത്ത് നമ്മൾ ഉലുവാപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. പക്ഷേ ഞാൻ ഓൾറെഡി നമുക്ക് വറുത്തരയ്ക്കുമ്പോഴത്തേക്ക് ഉലുവ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വറവിടാൻ വേണ്ടിയും ഉലുവ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉലുവയുടെ പൊടി ഇടുന്നില്ല. ഈ റെസിപ്പിയും നിങ്ങൾ ഉണ്ടാക്കുന്നതിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒവ്വൊരു സ്ഥലത്തും ഒവ്വൊരു രീതിയിലാണ് സാമ്പാർ ഉണ്ടാക്കാറ്. അതുകൊണ്ടായിരിക്കാം. ആൻഡ് ഓൾവേസ് റിമെമ്പർ ദിസ്, എവറിബഡി ക്യാൻ കുക്ക് ആൻഡ് എവറിബഡി ഹാസ് ടു കുക്ക്.